ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് നടൻ സിദ്ദിഖ് ഒളിവ് ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിദ്ദിഖ് കൊച്ചിയിലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ ഓഫീസിലെത്തി. ചോദ്യം ചെയ്യലിന് ഹാജരാവോ? ചോദ്യം ചെയ്യലിന് നോട്ടീസ് ഇല്ലെങ്കിൽ ഹാജരാവോ? അഭിഭാഷകനായി പരാതിയാണ് തോന്നുന്നുണ്ടോ? റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. റിയ, നിയമത്തിന്റെ പരിരക്ഷ ലഭിച്ചതോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഇതൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടേണ്ടതാണെന്നുള്ള ഒരു ശാരീരിക ഭാഷ സ്വയം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അങ്ങനെയാണ് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ച് വെറും 27 മണിക്കൂറിൽ, അതായത് ഒരു ദിവസം പിന്നിടുമ്പോൾ കൊച്ചിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടന്ന സിദ്ദിഖും മകനും ഒപ്പം എത്തിയിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ കൂളാണ് എന്ന് തന്നെ സിദ്ദിഖിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മുഖത്തെ പുഞ്ചിരിയിൽ നിന്ന് വ്യക്തമാണ്. മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും അദ്ദേഹത്തിന് മുമ്പാകെ ചോദിച്ചിരുന്നു. സിദ്ദിഖിനോട് എന്താണ് തുടർ നീക്കം, പോലീസിന്റെ ഭാഗത്ത് നോട്ടീസ് ലഭിച്ചിരുന്നോ, അന്വേഷണത്തോട് സഹകരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു സിദ്ദിഖിനോട് ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള മറുപടിയും സിദ്ദിഖിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പുഞ്ചിരി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏക ഉത്തരം. അതായത് ഈ കേസിൽ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞു എന്നുള്ളതാണ് സിദ്ദിഖിന് ഏറ്റവും അനുകൂലമായി മാറിയിരിക്കുന്നത്. 8 ദിവസം പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊച്ചി നഗരം ഒന്നാകെ, കേരളം ഒന്നാകെ അരിച്ചുപറയ്ക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. യാതൊരു തരത്തിലുമുള്ള അനുകൂല നിലപാട് സിദ്ദിഖിന് നേരത്തെ ഉണ്ടായില്ല എന്ന് നിയമമന്ത്രി അടക്കം നേരത്തെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ പോലീസ് അരിച്ചുപറച്ചിട്ടും കണ്ടെത്താത്തായി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ച് 27 മണിക്കൂറിൽ കൊച്ചി നഗരത്തിന് നടുവിൽ അഭിഭാഷകന്റെ ഓഫീസിൽ മകനുമൊപ്പം ഹാജരായ കാഴ്ചയാണ് ഇന്ന് 4:45 കണ്ടത്. 4:45 എത്തി 6 മണിക്ക് സിദ്ദിഖ് പുറത്തിറങ്ങി. ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. തുടർ നീക്കങ്ങൾ എന്താണെന്ന ചോദ്യത്തിനും യാതൊരു തരത്തിലുള്ള മറുപടിയും സിദ്ദിഖിന്റെ ഭാഗത്തുണ്ടായില്ല. എന്തായാലും പോലീസിനെ നോക്കുകുത്തിയാക്കി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് സിദ്ദിഖ് ഇപ്പോൾ അഭിഭാഷകനെ കണ്ടു മടങ്ങിയിരിക്കുകയാണ്. ശരി, റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഇത്രയും ദിവസങ്ങളായി ഒളിവിലായിരുന്നു. ഒടുവിൽ ഇപ്പോൾ വെളിച്ചത്തേക്ക് വരികയാണ് സിദ്ദിഖ്.